നമുക്ക് പുതിയ സമീപവാസിയായ മിത്രത്തോട് നന്ദി പറയാൻ അവരുടെ ഭവനത്തിലേക്ക് പോകേണ്ടതുണ്ട്. പോകാമോ? അനുവാദമുണ്ടോ? ഇനി നാം ശിവയെ ഒരു ബന്ധനത്തിലൂടെയും തടയുവാനായി ശ്രമിക്കുന്നതല്ല. മുക്തനാണ്, സ്വതന്ത്രനാണ്. പോകട്ടെ മാതേ. ശരി, അനുവാദം തരുന്നു. പക്ഷെ വേഗം തിരികെ വരണം. ശരി മാതേ, വേഗം തിരികെ വരുന്നതാണ്. ഋഷിവര്യ, എന്തുണ്ടായി? ഇന്നാദ്യമായി നാം അവിടുത്തെ കണ്ണുകളിൽ ദുഃഖം കാണുകയാണ്. ഒന്നുമില്ല ദേവി. ഇന്നലെ നടന്ന സംഭവങ്ങളാൽ നമുക്ക് മഹാത്രിദേവന്മാരുടെ, വിശേഷിച്ചും മഹാദേവന്റെ ഈ ജന്മത്തിലുള്ള ശരിയായ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിച്ചു. എന്തുദ്ദേശം ഋഷിവര്യ? സാധാരണ മനുഷ്യരുടെ പവിത്ര ശക്തികളെ ഉണർത്തുവാനെത്തിയിരിക്കുകയാണ് മഹാദേവൻ. മാത്രമല്ല, ഈ മഹാപുണ്യപ്രവൃത്തിക്കായി ഇന്നൊരു സാധാരണ പിതാവ് അവിടുത്തെ അത്ഭുത പുത്രനെ ഹൃദയം കൊണ്ട് നമിക്കുകയാണ്. ഇത്രയധികം മണ്ണ് എന്തിനാണ് കുഴയ്ക്കുന്നത്? നമ്മുടെ മഹാദേവനെ ബാലരൂപത്തിൽ പ്രാപ്തമാക്കാൻ. അദ്ദേഹത്തെ നാം മുൻപും പ്രാപ്തമാക്കിയിരുന്നു. ജന്മജന്മാന്തരങ്ങളായി അദ്ദേഹത്തോടൊപ്പമുണ്ട്. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന്റെ ബാലരൂപത്തെ പ്രാപ്തമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം അദ്ദേഹത്തിന്റെ ബാലരൂപം പൂജിക്കുകയും അർച്ചന അർപ്പിക്കുകയും ചെയ്യും. നാം ഒരു സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് നമ്മുടെ മഹാദേവനെ ക്രോധം, അപമാനം, അഹങ്കാരം എന്നിവയിലൂടെയല്ല, പ്രേമം, ഭക്തി, പിന്നെ സമർപ്പണത്തിലൂടെയുമാണ് പ്രാപ്തമാക്കേണ്ടത്. ബാലശിവനെ പ്രാപ്തമാക്കിയാൽ നമുക്ക് നമ്മുടെ മഹാദേവനെ ലഭിക്കുന്നതാണ്.
അങ്ങിത് എന്താണ് ചെയ്യുന്നത് മഹാദേവ? പാത്രം നിർമ്മിക്കുകയാണ്. അതും നശ്വരതയുടെ പ്രതീകമായ മണ്ണുകൊണ്ടോ? ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് മഹാദേവ. പ്രപഞ്ചത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരാൾ അവിടുത്തെ തന്നെ മണ്ണ് ഉപയോഗിച്ച് സമൂഹം ഉപയോഗിക്കുന്ന വസ്തു നിർമ്മിക്കുന്നു. അതെന്താ അങ്ങനെ? നമ്മുടെ പ്രപഞ്ചത്തിനായി. അങ്ങയുടെ പ്രപഞ്ചം ആരാണ്? അവിടുന്നാണ് നമ്മുടെ പ്രപഞ്ചം പ്രിയേ. അത് സത്യമാണെങ്കിൽ പിന്നെ ഈ കളിമണ്ണിന്റെ ആവശ്യം എന്താണ്? അനശ്വരതയ്ക്കൊപ്പമുള്ള നശ്വരതയുടെ സായുജ്യമാണ് ജീവിതം പ്രിയേ. മനസ്സിലായി മഹാദേവ. നാം വിവാഹിതരാണ്. അതിനാൽ പ്രപഞ്ചത്തെ ഒരുമിച്ചാണ് ഇനി നിർമ്മിക്കേണ്ടത്. മിത്രമേ, നമുക്ക് ഈ പ്രതിമ പൂർണ്ണമാകുന്നതുവരെ അദ്ദേഹത്തെ തടയേണ്ടതുണ്ട്. എന്നാലും
അവിടെ തന്നെ നിന്നാലും? എന്തുകൊണ്ടാണ് മിത്രമേ? അവിടത്തേക്ക് മര്യാദകളെ കുറിച്ചുള്ള ബോധ്യമില്ലേ? ഏത് മര്യാദയുടെ ലംഘനമാണ് നാം നടത്തിയത്? നമ്മുടെ അനുമതിയില്ലാതെ നമ്മുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചില്ലേ? അവിടുന്ന് ആശങ്കയിലാണെന്ന് തോന്നുന്നു മിത്രമേ. ക്ഷമ നൽകിയാലും. നമ്മുടെ ഈ അപമര്യാദയോടെയുള്ള പെരുമാറ്റത്തിന് നമ്മോട് ക്ഷമിച്ചാലും മഹാദേവ. അങ്ങയുടെ അപൂർണ രൂപത്തെ അങ്ങേക്ക് കാണിച്ചു തരാൻ നമുക്ക് സാധിക്കില്ല. ഈ അപൂർണ രൂപത്തെ കണ്ടതിനു ശേഷം അവിടുത്തെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നതായിരിക്കും. മാത്രമല്ല, അതിന് നമുക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് നാം ഇങ്ങനെ ചെയ്തത്. നമുക്ക് ദുഃഖമുണ്ട് മിത്രമേ. നാം കാരണം അവിടത്തേക്ക് ഇപ്പോൾ തിരികെ പോകേണ്ടി വരികയാണ്. ക്ഷമിച്ചാലും മഹാദേവ, ക്ഷമിച്ചാലും. നാം ഇതെന്താണ് ചെയ്തത്? നിന്നാലും മിത്രമേ, നിന്നാലും. നമുക്ക് ക്ഷമ നൽകിയാലും. എന്തിനാണ് ക്ഷമ മിത്രമേ? നമ്മുടെ പെരുമാറ്റത്തിന്. പക്ഷേ മിത്രമേ, നാം അവിടത്തോട് ക്ഷമ ചോദിക്കാനായിരുന്നു വന്നിരുന്നത്. എന്തിനാ മിത്രമേ? അവിടുന്ന് എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? അവിടുന്ന് എന്താണ് ചെയ്തത്? മിത്രമേ, നമ്മോട് ക്ഷമിച്ചാലും പ്രളയവിഷം തടഞ്ഞതിന് ശേഷം അവിടത്തോട് നന്ദി പറയാതെയാണ് നാം തിരികെ വന്നത്. ക്ഷമ ചോദിച്ച് നമ്മെ ലജ്ജിപ്പിക്കാതിരിക്കൂ. പ്രളയ സമയത്ത് അവിടത്തേക്ക് മിത്രത്തിന്റെ സ്മരണയുണ്ടായിരുന്നു. ആര് കാരണമാണോ നാം ഇന്ന് അസ്തിത്വത്തോടെ നിൽക്കുന്നത്, ആ വ്യക്തിയെ വിസ്മരിക്കാൻ യാതൊരു കാരണവും നമ്മുടെ പക്കൽ കാണുന്നില്ല. അസ്തിത്വം, അതിനുള്ള കാരണം അവിടുന്ന് അവിടുത്തെ ശക്തിയാൽ അവിടുത്തെ മിത്രം ശിവനെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. നന്ദി നമ്മോട് പറഞ്ഞിരുന്നു അവിടുന്ന് വിഷത്തെ നമ്മുടെ കണ്ടത്തിൽ തടഞ്ഞുവെന്ന്. അത് നമ്മുടെ ധർമ്മമായിരുന്നു. ശരി,
ഇനി അനുവാദം നൽകിയാലും മാതാവ് പറഞ്ഞിരുന്നു വേഗം തിരികെ ചെല്ലണമെന്ന്. ഇത് തന്നെയാണ് അങ്ങയുടെ മഹത്വത്തിന്റെ കാരണവും. സർവവും വിസ്മരിച്ച സാഹചര്യത്തിലും അങ്ങ് ആരെയും സ്മരിക്കാതെയും ഇരിക്കുന്നില്ല. അവിടുത്തെ ഈ വാക്കുകളാൽ ഇന്നൊരു പുതിയ പാർവതി ജന്മമെടുത്തിരിക്കുകയാണ്. അവളുടെ ലക്ഷ്യം കേവലം അങ്ങയെ പ്രാപ്തമാക്കുകയാണ്. ഇത്തവണ ഈ പുതിയ പാർവതി പ്രേമത്താലും ഭക്തിയാലും അങ്ങയെ പ്രാപ്തമാക്കുന്നതാണ്. മഹാറാണി മേനാദേവി അവിടുന്ന് ഇവിടെ മഹാറാണി മേനാദേവിയല്ല, അവിടുത്തെ ബാല്യകാല സഖി മേനയാണ് വന്നിരിക്കുന്നത്. അനസൂയ, വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ നാവിൽ നിന്നും സഖി എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. അകത്തേക്ക് വരൂ. എങ്ങനെ പോകുന്നു കുടുംബജീവിതമൊക്കെ? അതുപോലെ അവിടുത്തെ മാതൃത്വത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ? സുഖമാണ്. ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. നാം നിന്നോടാണ് കടപ്പെട്ടിരിക്കുന്നത്. നീ നമ്മുടെ ജാമാതാവിനെ നിന്റെ സംരക്ഷണയിൽ ഗൃഹസ്ഥ ജീവിതത്തിന്റെ ജ്ഞാനം നൽകുകയാണ്. നമ്മുടെ പുത്രിയുടെ സുഖകരമായ വൈവാഹിക ജീവിതത്തിൽ നിന്റെ ഈ സംഭാവന നാം ഒരിക്കലും മറക്കുന്നതല്ല. നാമാണ് നിന്നോട് കടപ്പെട്ടിരിക്കുന്നത്. ശിവപാർവതിമാരുടെ വിവാഹ സമയത്ത് നീ നമുക്ക് ശിവന്റെ മാതാവാകാനുള്ള ഉത്തരവാദിത്വം നൽകിയിരുന്നു. നാം ശിവന്റെ മാതാവായില്ലായിരുന്നുവെങ്കിൽ ത്രിദേവന്മാരെ പുത്രന്മാരായി ലഭിക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉടലെടുക്കില്ലായിരുന്നു. സൗഭാഗ്യകരമായ കാര്യം ഇതാണ്. സകല വിരോധങ്ങൾക്ക് ശേഷവും നിന്റെ ആഗ്രഹം സത്യമായി തീരുകയായിരുന്നു. നീ ഇപ്പോൾ അവരുടെ മാതാവാണ്. അവരിപ്പോൾ നിന്റെ കൂടെയുണ്ട്, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. നാം ശിവയെ എങ്ങോട്ടേക്കും പോകാൻ അനുവദിക്കില്ല. അവൻ നമ്മെ വിട്ട് എങ്ങോട്ടേക്കും പോകില്ല, ഒരിക്കലും പോകില്ല. സഖി, ഒരു കാര്യം മാത്രം മറക്കരുത്. നീ ഒരു ഭർത്തൃമാതാവാണ്, നമ്മുടെ ബന്ധുവാണ്. ഭർത്തൃമാതാവിന്റെ ധർമ്മപ്രകാരം പുത്രനെ സദാ തന്റെ പക്കൽ ബന്ധനത്തിലാക്കുക സംഭവ്യമല്ല, അസംഭവ്യവുമല്ലല്ലോ. ഭർത്തൃമാതാവിനും ബന്ധുത്വത്തിനും മുൻപ് നാം ശിവന്റെ മാതാവാണ്. പുത്രനു മേൽ മാതാവിനുള്ള അധികാരം മറ്റുള്ളവരെക്കാൾ മേലെയാണ്. നാം ശിവയ്ക്ക് അത്രയും സ്നേഹം നൽകുന്നുണ്ട്. അതിനാൽ അവന് മറ്റാരുടെയും അസാന്നിധ്യം അനുഭവപ്പെടുകയില്ല. അപ്പോൾ നീ അവനെ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് അകറ്റുമോ? മാതൃത്വ സുഖം ത്യജിക്കുന്നതിനെക്കുറിച്ച് നാം സമയമാകുമ്പോൾ ആലോചിക്കുന്നതാണ്.
പക്ഷെ നാം ആലോചിച്ചു കഴിഞ്ഞു സഖി. എങ്ങനെയാണോ നിന്റെ സന്തോഷം മറ്റുള്ളവരെക്കാൾ മേലെയാകുന്നത്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പുത്രിയുടെ സന്തോഷം മറ്റുള്ളവരെക്കാൾ മേലെയാണ്. നമ്മുടെ പുത്രിയുടെ സന്തോഷവും വിവാഹ ജീവിതവും നിനക്ക് അധിക സമയത്തേക്ക് നിന്റെ നിയന്ത്രണത്തിൽ ബന്ധിക്കുവാനാകുന്നതല്ല. വളരെ വേഗത്തിൽ തന്നെ നിന്നെ നാം അവനിൽ നിന്ന് അകറ്റുന്നതാണ്.